സ്വർണം വിളയുക പാടത്ത് തന്നെയാണ്. ആ കാര്യത്തിലൊരു സംശയമില്ല. കാരണം ശരിക്കും എപ്രകാരമാണോ യഥാർത്ഥത്തിൽ സ്വർണ്ണവർണ്ണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ പാടത്തിൻ്റെ അരികെ നിൽക്കുമ്പോഴാണ്. ശരിക്കും മണ്ണെറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കണ്ണ് നിറയെ പുലിയളക്കാം എന്നുള്ള പാട്ടാ ഓർമ്മ വരുന്നത്. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കണ്ണു നിറയെ പുലിയളക്കാം. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കണ്ണു നിറയെ പുലിയളക്കാം. പുലിയളന്ന് മനം നിറഞ്ഞാൽ വേലേം പൂരോ പൊടി പൊടിക്കാം. പുലിയളന്ന് മനം നിറഞ്ഞാൽ വേലേം പൂരോ പൊടി പൊടിക്കാം. മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള സംസ്കാരം തന്നെ കാർഷിക സംസ്കാരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം കയ്യിൽ നിന്നും പോയ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നമുക്കൊക്കെ. കാരണം കൃഷി മറന്നുപോയി തുടങ്ങിയിരിക്കും. വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അവരാണ് ഏറ്റവും കൂടുതൽ ഓരോ വ്യക്തിയും വളരെയധികം വ്യത്യസ്തനായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ കൃഷി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ കൃഷി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം എന്താ? കൃഷി ആരും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ജൈവ രീതിയിലുള്ള കൃഷികൾ അത് മറ്റ് കാര്യങ്ങൾക്കൊന്നും തടസ്സമാവാതെ, ഇന്ന് തവളയില്ല, പല്ലിയില്ല, ആകളുള്ളത് കുറേ പട്ടിയുണ്ട്, കുറേ പൂച്ചയുണ്ട്, വേറെ ഒന്നുമില്ല ലോകത്ത്. കാരണം യഥാർത്ഥത്തിൽ വിളകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജൈവ രീതിയിലുള്ള കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചാൽ എന്തൊക്കെ ഈ ഭൂമിയിൽ നിന്നും ജീവികൾ അന്യമായിട്ടുണ്ടോ അത് കൂടുതൽ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കൂടുതൽ ആ കൃഷിക്ക് ഉപയോഗമായ രീതിയിൽ തന്നെ അത് സഹായമാവുന്നു. എന്തായാലും ഇതിൻ്റെ ഈ സദുദ്യമത്തിന് നിൽക്കുന്ന എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ളൊരവസ്ഥയാണ്. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്ത് ലോകത്തെ സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തെറിഞ്ഞ പാടത്ത് തേൻ കൊയ്യും നിലമെല്ലാം, വിത്തെറിഞ്ഞ പാടത്ത് തേൻ കൊയ്യും കിളിയെല്ലാം. കാലം പോയടി വെണ്ണേ, നേരം പോയടി വെണ്ണേ, കാലം പോയടി വെണ്ണേ, നേരം പോയടി വെണ്ണേ. വിത്തെറിഞ്ഞ പാടത്ത് തേൻ കൊയ്യും നിലമെല്ലാം, വിത്തെറിഞ്ഞ പാടത്ത് തേൻ കൊയ്യും നിലമെല്ലാം. നേരം പോയടി വെണ്ണേ,